ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DTM ബീഫ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോജി ജോർജ്. ഞാനിത് നീലേശ്വരം പൂവാലങ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളെ വിളിച്ചിട്ട് അവർ വീട്ടിലെ പെരുന്തേനീച്ചനെ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ വീട്ടിൽ രണ്ടാം നിലയിലാണിത്. അപ്പോൾ ഇത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചകിരി പുകച്ച് അത് ഇതിനടിയിലേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഇവരിവിടെ എനിക്ക് തന്ന ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റായിരുന്നു. അത് ചൂടായിട്ട് അതിൻ്റെ അടി വിട്ടുപോയിട്ട് ഞാൻ കത്തിച്ച ചകിരി സാധനങ്ങളെല്ലാം താഴെ വീണുപോയി. അപ്പം ഇങ്ങനെ ഒരു കുറച്ച് പുക വന്നപ്പോൾ തന്നെ ഇത് വിട്ടുപോയി. അപ്പോൾ ഇതെല്ലാം വളരെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര അപകടം ഉണ്ടാകാനൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനടിയിൽ തന്നെ ഇങ്ങനൊരു ഷെയ്ഡ് ഇങ്ങനെ ഒരു ലെവലിൽ നിന്നതും ഈ ചകിരി ഇതിനടിയിൽ തന്നെ വീണിട്ട് അവിടെ കിടന്ന് പുകയുന്ന ഒരു അവസരം ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്തരം ഇത് റെഡിയാക്കാൻ വേണ്ടി വന്നിട്ട് ഒരു പുക കൊടുക്കുന്ന ഒരു സംവിധാനം വർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പം തേനീച്ചകൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഷെയ്ഡിൽ തന്നെ ഈ ചകിരി വീണ് കിടക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഈ അടയിങ്ങെടുത്ത് മാറ്റി വീണ്ടും ഇവിടുന്ന് തന്നെ പുകഞ്ഞ് ഇത് റെഡി ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഇങ്ങനൊരു പ്ലേസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ചകിരി നമുക്ക് വീണ്ടും പുകയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായേനെ. അപ്പോൾ അവിടെ ഞാൻ ഏതായാലും പൊട്ടിച്ചിങ്ങെടുത്തു. ഇതൊരു 2-3 മാസം മേലെ പ്രായമുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ആ ഷെയ്ഡിനോട് മുട്ടിയിട്ട് ഒരു കുറച്ച് മെഴുക് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിങ്ങനെ ചിരണ്ടി അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെരുന്തേനീച്ചനെ ഒഴിപ്പിക്കലെ വർക്ക് നമുക്ക് പൂർത്തിയാക്കാം. അവിടെ ഒരു കുറച്ച് മെഴുകും കൂടെ ഉണ്ട്. തേനീച്ചെല്ലാം അവിടെ പറ്റി പിടിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പുക ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ കറക്റ്റായിട്ടൊന്നുമല്ല പുക അവിടെ കറക്റ്റായിട്ട് അടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ പുക സ്പ്രെഡായിട്ട് പല സ്ഥലത്തേക്കും വരുന്നതും നമുക്ക് നല്ലതാണ്. തേനീച്ചകൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കുറഞ്ഞൊരു കണ്ടീഷനിലേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പുക അടിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ഏകദേശം നമ്മൾ ക്ലീനാക്കി കളഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്തരം പെരുന്തേനീച്ച ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര അപകടകാരിയായ തേനീച്ചകളാണ്. അപ്പോൾ അവരെ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാ പ്രൊട്ടക്ഷനും മുൻകരുതലൊക്കെ എടുത്തിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വരുമ്പോൾ ഇവരോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു അലുമിനിയത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ അങ്ങനത്തെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബക്കറ്റ്, നമുക്ക് ചകിരി പുകയ്ക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് റെഡിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പല ആളുകളുടെ അടുത്തും ഇത്തരം സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരതുകൊണ്ട് തൽക്കാലം എനിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റാണ് തന്നത്. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് നമുക്കത് ഉരുകാതെ തന്നെ റെഡിയാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളിത് ചകിരി റെഡിയാക്കി ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ സമയമായി. അപ്പോഴത്തേക്ക് അത് അതിനുള്ളിലിരുന്ന് ചൂടായിട്ട് അതിനടിവശം വിറവിട്ട് പോയി, പാത്രം താഴെ വീണിട്ട് ചകിരിയെല്ലാം താഴെ വീണ് ചെതറിപ്പോയി. പക്ഷേ ഈ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് ചകിരി അവിടെ തന്നെ നിന്ന് പുകയാനും ആ ഒരു കണ്ടീഷനിൽ ഭാഗ്യമായിട്ട് കിട്ടി. കുഴപ്പമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. എന്നിട്ട് ഞാനൊരു ചെടിച്ചട്ടിക്കുള്ളിൽ കുറച്ച് ചകിരി വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചത്. പക്ഷേ ഇതിനടിയിൽ തന്നെ കിടന്ന് നല്ലോണം പുകയുന്നുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേറെ ഏതെങ്കിലും ഇങ്ങനെ നിൽക്കാനോ ഇത് ചെയ്യാനുള്ള ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഇത് നമുക്ക് ബുദ്ധിമുട്ടായേനെ. കാരണം ഇത് കത്തിയിട്ട് തീപിടുത്തം ഉണ്ടാകാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. ഒരേ സമയത്ത് നമ്മൾ 2 കാര്യമാണ് ചെയ്യേണ്ടത്. നമ്മൾ ചകിരി നമുക്ക് പുകഞ്ഞ് നിൽക്കാനേ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് തീ പിടിക്കുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ സേഫായതും അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് സ്ഥലമായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായേനെ. അപ്പം അങ്ങനെ നമ്മൾ പെരുന്തേനീച്ചനെ ഒഴിപ്പിക്കുന്നത് വിജയകരമായി പൂർത്തിയാക്കി. ഇനി ഇതിൻ്റെ ഈ ചെടിച്ചട്ടിയിലുള്ള പുക ഒരു അരമണിക്കൂർ നേരത്തേക്ക് അങ്ങനെ തന്നെ ഇവിടെ വെക്കുന്നതാണ് നല്ലത്. അവിടെ ഇരുന്ന് കത്തി തീരുന്നവരെ, പുകഞ്ഞ് തീരുന്നവരെ അവിടെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം തേനീച്ചകൾ വളരെ പെട്ടെന്ന് തന്നെ പറന്നു പോയിക്കോളും. അപ്പം ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. സ്വന്തം സുരക്ഷയും ഈ നമ്മൾ ഉപയോഗിക്കുന്ന പുക കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്നും കൂടി ഉറപ്പാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നന്ദി, നമസ്കാരം.